ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് കറണ്ട് അഫെയറിൻ്റെ 6ാമത്തെ ഭാഗത്തിലേക്ക് കടക്കുകയാണ്. ഇതിനു മുമ്പ് എൻ്റെ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഓരോ കമൻറ്റുമാണ് എനിക്ക് പുതിയ വീഡിയോസ് ചെയ്യാനുള്ള ഒരു ഉൾപ്രേരണ. ഓക്കെ, അപ്പം ഞാൻ 6ാമത്തെ പാർട്ടിൻ്റെ ഫസ്റ്റ് കറണ്ട് അഫെയർ ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ എന്നിവർക്ക് സഞ്ചരിക്കുന്നതിനായി നിർമ്മിച്ച ബോയിങ് 777 പേര്. ഇന്ത്യൻ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ എന്നിവർക്ക് സഞ്ചരിക്കുന്നതിനായി നിർമ്മിച്ച ബോയിങ് 777 പേര് എന്താണ്? എയർ ഇന്ത്യ വുമൺ ആണ് ഇന്ത്യൻ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ എന്നിവർക്ക് സഞ്ചരിക്കുന്നതിനായി നിർമ്മിച്ച ബോയിങ് 777 പേര്. അടുത്തത് ഭാരത് കി ലക്ഷ്മി സ്ത്രീ ശാക്തീകരണ പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ ആര്? ഭാരത് കി ലക്ഷ്മി സ്ത്രീ ശാക്തീകരണ പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ ദീപിക പദുക്കോണും പി വി സിന്ധു ആണ് ഭാരത് കി ലക്ഷ്മി സ്ത്രീ ശാക്തീകരണ പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ. 2019 നാഷണൽ ഹിന്ദി സയൻസ് റൈറ്റേഴ്സ് സമ്മേളനത്തിന്റെ വേദി. 2019 നാഷണൽ ഹിന്ദി സയൻസ് റൈറ്റേഴ്സ് സമ്മേളനത്തിന്റെ വേദി എവിടെ? ലക്നൌവിലാണ് 2019 നാഷണൽ ഹിന്ദി സയൻസ് റൈറ്റേഴ്സ് സമ്മേളനത്തിന്റെ വേദി. ഇന്ത്യയിൽ ആദ്യമായി ജെൻഡർ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് എവിടെ? ഇന്ത്യയിൽ ആദ്യമായിട്ട് ജെൻഡർ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് എവിടെ? ആന്ധ്രാപ്രദേശിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ജെൻഡർ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. എവിടെ? ആന്ധ്രാപ്രദേശ്. ഓക്കെ. വ്യാസ സമ്മാൻ 2020 ജേതാവ് ആര്? വ്യാസ സമ്മാൻ 2020 ജേതാവ് ശരത് പഗാരെയാണ് വ്യാസ സമ്മാൻ 2020 ജേതാവ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹെൻലി പാസ്പോർട്ട് സൂചിക കേട്ടിട്ടുണ്ടോ? ഹെൻലി പാസ്പോർട്ട് സൂചിക. ഈ ഹെൻലി പാസ്പോർട്ട് സൂചിക 2021 പ്രകാരം ലോകത്തിലെ ശക്തമായ പാസ്പോർട്ട് ഏത് രാജ്യത്തിൻ്റെതാണ്? അതായത് ലോകത്തിലെ ശക്തമായ പാസ്പോർട്ട് ഹെൻലി പാസ്പോർട്ട് സൂചിക പ്രകാരം 2021 ഏത് രാജ്യത്തിൻ്റെതാണ്? ജപ്പാനാണ് കേട്ടോ. ജപ്പാൻ രാജ്യത്തിൻ്റെയാണ് 2021 ഏറ്റവും ശക്തമായ പാസ്പോർട്ട് ഹെൻലി പാസ്പോർട്ട് സൂചിക പ്രകാരം. കോവിഡ് വൈറസ് മൂലം അന്തരിച്ച ഇന്ത്യയുടെ ആദ്യ വനിതാ കാർഡിയോളജിസ്റ്റ്. COVID-19 മൂലം അന്തരിച്ച ഇന്ത്യയിലെ ആദ്യ വനിതാ കാർഡിയോളജിസ്റ്റ് ആരാണ്? എസ് പത്മാവതിയാണ് COVID-19 വൈറസ് മൂലം അന്തരിച്ച ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ കാർഡിയോളജിസ്റ്റ്. ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ ആംബുലൻസ് ഡ്രൈവർ ആര്? ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ആംബുലൻസ് ഡ്രൈവർ എം വീരലക്ഷ്മി. അപ്പോൾ എം വീരലക്ഷ്മിയാണ് ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ ആംബുലൻസ് ഡ്രൈവർ. അതേപോലെ കോവിഡ് വൈറസ് മൂലം അന്തരിച്ച ഇന്ത്യയുടെ ആദ്യ വനിതാ കാർഡിയോളജിസ്റ്റ് എസ് പത്മാവതിയും ആംബുലൻസ് ഡ്രൈവർ ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ ആംബുലൻസ് ഡ്രൈവർ എം വീരലക്ഷ്മി. പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട എക്സ്റ്റിൻഷൻ റിബലിയൻ എന്ന സംഘടന ആരംഭിച്ചത് ആര്? പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് എക്സ്റ്റിൻഷൻ റെബലിയൻ എന്ന സംഘടന ആരംഭിച്ചത് ആര്? യുണൈറ്റഡ് കിങ്ഡം UK ആണ് പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട എക്സ്റ്റിൻഷൻ റെബലിയൻ എന്ന സംഘടന ആരംഭിച്ചത്. ബ്രേക്കിംഗ് ദി കൊക്കൂൺ അറ്റ് 40 എഴുതിയതാര്? ബ്രേക്കിംഗ് ദി കൊക്കൂൺ അറ്റ് 40 എഴുതിയത് രാധ എം നായരാണ്. ബ്രേക്കിംഗ് ദി കൊക്കൂൺ അറ്റ് 40 എന്ന പുസ്തകം എഴുതിയത്. എ പ്രോമിസ്ഡ് ലാൻഡ് എഴുതിയതാര്? എ പ്രോമിസ്ഡ് ലാൻഡ് ബരാക് ഒബാമയുടേതാണ് എന്ത്? എ പ്രോമിസ്ഡ് ലാൻഡ്. അതേപോലെ എ ബ്രേക്കിംഗ് ദി കൊക്കൂൺ അറ്റ് 14 എഴുതിയത് രാധ എം നായർ.
ദെൻ എ പ്രോമിസ്ഡ് ലാൻഡ് എഴുതിയത് ബരാക് ഒബാമ. ഇന്ത്യയുടെ ആദ്യത്തെ ഇന്റഗ്രേറ്റഡ് എയർ ആംബുലൻസ് ആരംഭിച്ചത്. ഇന്ത്യയുടെ ആദ്യ ഇന്റഗ്രേറ്റഡ് എയർ ആംബുലൻസ് ആരംഭിച്ചത് എവിടെ? കർണാടക. കർണാടക സ്റ്റേറ്റിലാണ് ഇന്ത്യയുടെ ആദ്യത്തെ ഇന്റഗ്രേറ്റഡ് എയർ ആംബുലൻസ് ആരംഭിക്കുന്നത്. അപ്പൊ ആംബുലൻസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കുറച്ചു മുമ്പ് ഒരു ക്വസ്റ്റ്യൻ പഠിച്ചിരുന്നു. ഇന്ത്യയുടെ ആദ്യത്തെ ആംബുലൻസ് ഡ്രൈവർ ആരായിരുന്നു? വീരലക്ഷ്മി അല്ലെ? ആരായിരുന്നു? എം വീരലക്ഷ്മി. ഓക്കെ, എം വീരലക്ഷ്മി ആയിരുന്നു ഇന്ത്യയുടെ ആദ്യത്തെ ആംബുലൻസ് ഡ്രൈവർ. അടുത്ത ക്വസ്റ്റ്യൻ, പണ്ഡിറ്റ് കറുപ്പൻ സ്മാരകം നിലവിൽ വരുന്നത് എവിടെ? പണ്ഡിറ്റ് കറുപ്പൻ സ്മാരകം നിലവിൽ വരുന്നത് എവിടെ? ചെറായിലാണ് അല്ലെ? ചെറായിലാണ് പണ്ഡിറ്റ് കറുപ്പൻ സ്മാരകം നിലവിൽ വരുന്നത്. എറണാകുളം ജില്ലയിലാണ് ചെറായി. പണ്ഡിറ്റ് കറുപ്പൻ മഹാരാജാസ് കോളേജിലൊക്കെ ലെക്ചറൊക്കെ ആയിരുന്നു. അപ്പൊ നമുക്ക് പഠിക്കാൻ എളുപ്പമാണ്. എന്ത്? പണ്ഡിറ്റ് കറുപ്പൻ സ്മാരകം നിലവിൽ വന്നത് ചെറായി. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള സിൽവർ ലൈൻ വേഗം നമുക്കറിയാം. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയാണ് സിൽവർ ലൈൻ അല്ലെ? ഈ സിൽവർ ലൈനിന്റെ വേഗത, ആ ടോട്ടൽ ദൂരം എത്രയാണ്? കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഈ സിൽവർ ലൈനിന്റെ ആകെ ദൂരം എത്ര കിലോമീറ്റർ ആണ്? 529 കിലോമീറ്റർ ആണ് സിൽവർ ലൈനിന്റെ ദൂരം. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള സിൽവർ ലൈൻ, റെയിൽവേ ആണല്ലേ, വേഗ റെയിൽവേ. ആകെ ദൂരം 529 കിലോമീറ്റർ. KSRTC സ്ഥാപിതമാകുന്ന പുതിയ കമ്പനി. KSRTCയിൽ സ്ഥാപിതമാകുന്ന പുതിയ കമ്പനി KSRTC സ്വിഫ്റ്റ്. KSRTC സ്വിഫ്റ്റ് ആണ് KSRTCയിൽ സ്ഥാപിതമാകുന്ന പുതിയ കമ്പനി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യ മറൈൻ ആംബുലൻസ്. കേരളത്തിലെ ആദ്യത്തെ മറൈൻ ആംബുലൻസ് ഏത്? പ്രതീക്ഷയാണ് കേരളത്തിലെ ആദ്യത്തെ മറൈൻ ആംബുലൻസ്. വിഴിഞ്ഞത്താണ് തുടങ്ങിയത് കേരളത്തിലെ ആദ്യത്തെ മറൈൻ ആംബുലൻസ്. പ്രതീക്ഷ, വിഴിഞ്ഞം. 2022 വനിതാ ഏഷ്യ കപ്പ് ഫുട്ബോൾ വേദി. 2022 വനിതാ ഏഷ്യ കപ്പ് ഫുട്ബോൾ വേദി ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ വെച്ചിട്ടാണ് അടുത്ത വർഷം വനിതാ ഏഷ്യ കപ്പ് ഫുട്ബോൾ നടക്കുന്നത്. ഇന്ത്യയിൽ വെച്ചിട്ടാണ് അടുത്ത കൊല്ലം. US ഓപ്പൺ 2020 സിംഗിൾസ് ജേതാക്കൾ ആര്? US ഓപ്പൺ 2020 സിംഗിൾ ജേതാക്കൾ ആര്? ഡൊമിനിക് തീം ഓസ്ട്രേലിയൻകാരനാണ്. ഡൊമിനിക് തീം അവരാണ് US ഓപ്പൺ 2020 സിംഗിൾസ് ജേതാക്കൾ. അതേപോലെ നവോമി ഒസാക്ക ജപ്പാൻകാരി. ഇവർ രണ്ടുപേരാണ് US ഓപ്പൺ 2020 സിംഗിൾസിന്റെ ജേതാക്കൾ. 2021 പത്മശ്രീ ലഭിച്ച മലയാളി സ്പോർട്സ് പരിശീലകൻ ആര്? 2021 പത്മശ്രീ ലഭിച്ച മലയാളി സ്പോർട്സ് പരിശീലകൻ OM നമ്പ്യാറാണ് 2021 പത്മശ്രീ ലഭിച്ച മലയാളി സ്പോർട്സ് പരിശീലകൻ. കേരള സർക്കാർ സംരക്ഷിത സ്മാരകമായി മാറ്റിയ സുഗതകുമാരിയുടെ തറവാട് ഏത്? കേരള സർക്കാർ സംരക്ഷിത സ്മാരകമായി മാറ്റിയ സുഗതകുമാരിയുടെ തറവാട് വാഴുവേലിൽ തറവാടാണ് കേരള സർക്കാർ സംരക്ഷിത സ്മാരകമായിട്ട് മാറ്റിയ സുഗതകുമാരിയുടെ തറവാട് അല്ലെ? വാഴുവേൽ തറവാട് ഏത് ജില്ലയിലാ? വാഴുവേൽ തറവാട് പത്തനംതിട്ട ജില്ലയിലാണ്. എന്ത്? വാഴുവേലിൽ തറവാട്. ഓക്കെ, പത്തനംതിട്ട ജില്ല. കേരള നിയമസഭയുടെ സ്പീക്കർ MB രാജേഷ് അല്ലെ? MB രാജേഷ് ആണ് കേരള നിയമസഭയുടെ സ്പീക്കർ. ഏത് മണ്ഡലാണ്? തൃത്താല മണ്ഡലത്തിൽ നിന്നാണ് MB രാജേഷ് ജയിക്കുന്നത്. അതായത് തൃത്താല മണ്ഡലത്തിന്റെ MLA ആണ് ആര്? MB രാജേഷ്. കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ്? കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ ആണ് കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കർ. 2020 ലോക ഉറുദു കോൺഫറൻസ്. 2020 ലോക ഉറുദു കോൺഫറൻസിന്റെ വേദി. 2020 ലോകാണ്, വേൾഡ് ആണ്, ശ്രദ്ധിക്കുക. വേൾഡ് ഉറുദു കോൺഫറൻസിന്റെ വേദി ന്യൂഡൽഹിയിൽ വെച്ചിട്ടാണ് 2020 വേൾഡ് ഉറുദു കോൺഫറൻസ് നടന്നത്. കേരള ബാങ്ക് CEO ആര്? കേരള ബാങ്കിന്റെ CEO PS രാജൻ ആണ് കേരള ബാങ്ക് CEO.
2021 പെൻ പ്രിന്റർ പ്രൈസ് 2021 പെൻ പ്രിന്റർ പ്രൈസ് കിട്ടിയ വ്യക്തി ആരാണ്? 2021 പെൻ പ്രിന്റർ പ്രൈസ് സിർസി ഡംബരാംബക. സിർസി ഡൻഗരാംബകയാണ് 2021 പെൻ പ്രിന്റർ പ്രൈസ്. സിംബാബ്വേയിലാണ് ഇവരുടെ പ്രധാന പുസ്തകങ്ങൾ എന്ന് പറയുന്നത്. ഒന്ന് ദിസ് മോർണിംഗ് ബോഡി ആൻഡ് നെർവസ് കണ്ടീഷൻ. ദിസ് മോർണിംഗ് ബോഡി ആൻഡ് നെർവസ് കണ്ടീഷൻ. ടിസിറ്റി ഡംഗരാംബകയുടെ പുസ്തകങ്ങളാണ്. സിംബാബ്വേക്കാരിയാണ്. 2021 പെൻ പ്രിന്റർ പ്രൈസ് നേടിയത് ഇവരാണ്. ഓക്കെ, ക്ലിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ H1N3. H1N3 പക്ഷിപ്പനി മനുഷ്യരിൽ ആദ്യമായിട്ട് കണ്ടെത്തിയത് എവിടെ? H1N3 എല്ലാവർക്കും അറിയാം, ഇതൊരു പക്ഷിപ്പനിയാണ് എന്ന് കൂടി ശ്രദ്ധിക്കാം. H1N3 സാധാരണ H1N1 എന്താ? പക്ഷിപ്പനി അല്ലേ? അതായത് പക്ഷിപ്പനി H1N1 പന്നിപ്പനിയും പക്ഷിപ്പനി H5N1 ആണ്. തിരുത്തുണ്ട്, പക്ഷിപ്പനി H5N1 ഉം പന്നിപ്പനി H1N1 ആണ്. ഓക്കെ, ചൈനയില് H1N3 പക്ഷിപ്പനി മനുഷ്യരിൽ ആദ്യമായി കണ്ടെത്തിയത് ചൈനയിലാണ്. 2021 ബ്രിക്സ് ഉച്ചകോടി വേദി. 2021 ബ്രിക്സ് ഉച്ചകോടി വേദി എവിടെയാണ്? 2021 ബ്രിക്സ് ഉച്ചകോടി ഇന്ത്യയിൽ വെച്ചിട്ടാണ് കേട്ടോ നടക്കുന്നത്. ഇന്ത്യയിൽ വെച്ചിട്ടാണ് 2021 ബ്രിക്സ് ഉച്ചകോടി. ഈ കൊല്ലത്തെ ബ്രിക്സ് ഉച്ചകോടി ഇന്ത്യയിൽ വെച്ചിട്ടുണ്ട്. പക്ഷെ എത്രാമത്തെ ബ്രിക്സ് ഉച്ചകോടിയാണ് നടന്നത് ഇന്ത്യയിൽ വെച്ചിട്ട്? ഇപ്രാവശ്യം എത്രാമത്തെ ബ്രിക്സ് ഉച്ചകോടിയാണ് നടന്നത്? 13ാമത് ബ്രിക്സ് ഉച്ചകോടിയാണ് ഇപ്രാവശ്യം നടക്കുന്നത്. 13ാമത്തെ ഉച്ചകോടിയാണ് ഇപ്രാവശ്യം ഇന്ത്യയിൽ വെച്ച് നടന്നത്. ഓക്കെ, അടുത്തത് ആസാം റൈഫിൾസ് ഡയറക്ടർ ജനറലായ മലയാളി. ആസാം റൈഫിൾസ് ഡയറക്ടർ ജനറലായ മലയാളി ആര്? പ്രദീപ് സി നായരാണ് ആസാം റൈഫിൾ ഡയറക്ടർ ജനറലായ മലയാളി. പ്രദീപ് സി നായർ. ബി നിലവറ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? ബി നിലവറ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് വി ജെ ജെയിംസ് ആണ് ബി നിലവറ എന്ന പുസ്തകത്തിന്റെ രചയിതാവ്. കേരളത്തിലെ രാജ്യാന്തര കണ്ടൽ പഠന കേന്ദ്രം എവിടെയാണ് വരുന്നത്? കേരളത്തിൽ രാജ്യാന്തര കണ്ടൽ പഠന കേന്ദ്രം വരുന്നത് എവിടെ? വൈപ്പിനിലാണ് എന്ത്? കേരളത്തിലെ രാജ്യാന്തര കണ്ടൽ പഠന കേന്ദ്രം പുതുവൈപ്പിൻ. 2020 ഇന്ത്യ എനർജി ഫ്രോണ്ടിയർ അവാർഡ് നേടിയത് ആര്? 2020 ഇന്ത്യ എനർജി ഫ്രോണ്ടിയർ അവാർഡ് നേടിയത് ആര്? CNR റാവു ആണ് 2020 ഇന്ത്യൻ എനർജി ഫ്രോണ്ടിയർ അവാർഡ്. CNR റാവു. ഇന്ത്യയിൽ കണ്ടെത്തിയ കോവിഡ് വകഭേദം അറിയപ്പെടുന്ന പേര്? ഇന്ത്യയിൽ കണ്ടെത്തിയ കോവിഡ് വകഭേദം അറിയപ്പെടുന്ന പേര് ഏത് പേരിലാണ് ഇന്ത്യയിൽ കണ്ടെത്തിയ കോവിഡ് വകഭേദം അറിയപ്പെടുന്നത്? അപ്പോൾ ഇന്ത്യയിൽ കണ്ടെത്തിയ കോവിഡ് വകഭേദം ഡെൽറ്റ ബി 1.617.2. ഡെൽറ്റ ബി ആണ് ഇന്ത്യയിൽ കണ്ടെത്തിയ കോവിഡ് വകഭേദം. ബ്രിട്ടനിലാണെങ്കിൽ ആൽഫ. അത് 2021 ലോക പരിസ്ഥിതി ദിന പ്രമേയം. 2021 ലോക പരിസ്ഥിതി ദിന പ്രമേയം എന്ത്? റീഇമാജിൻ, റീക്രിയേറ്റ്, റീസ്റ്റോർ. അതായത് പുനർസങ്കല്പം, പുനർസൃഷ്ടി, പുനർസ്ഥാപനം. 2021 ലോക പരിസ്ഥിതി ദിന പ്രമേയം റീഇമാജിൻ, റീക്രിയേറ്റ്, റീസ്റ്റോർ. പുനർസങ്കല്പം, പുനർസൃഷ്ടി, പുനർസ്ഥാപനം. CBI ഡയറക്ടർ ആരാ? ഇപ്പം കറണ്ടില് CBI ഡയറക്ടർ സുബോധ് കുമാർ ജയ്സ്വാൾ ആണ് കറണ്ട് CBI ഡയറക്ടർ. ഓക്കെ, ഡാവിഞ്ചി, വെരിറ്റസ് എന്നീ ശുക്രഗ്രഹ ദൗത്യങ്ങൾ ഏത് രാജ്യത്തിൻ്റെതാണ്? ശ്രദ്ധിക്കുക, രണ്ടും ശുക്രഗ്രഹ ദൗത്യങ്ങളാണ്, ഡാവിഞ്ചിയും വെരിറ്റസും. ഈ ഡാവിഞ്ചി, വെരിറ്റസ് എന്നീ ശുക്രഗ്രഹ ദൗത്യങ്ങൾ ഏത് രാജ്യത്തിൻ്റെയാണ്?
അമേരിക്കയുടെ നാസയുടേതാണ് എന്ത് ഡാവിഞ്ചി വെരിറ്റസ് ഡാവിഞ്ചി ഒന്ന് വെരിറ്റസ് മറ്റൊന്ന് ഡാവിഞ്ചി വെരിറ്റസ് എന്നീ ശുക്രഗ്രഹ ദൗത്യങ്ങൾ അമേരിക്കയുടേതാണ്. കേരള നിയമസഭയുടെ സ്പീക്കർ ഞാൻ പറഞ്ഞു MV രാജേഷ്, തൃത്താല മണ്ഡലത്തിൽ നിന്നാണ് MV രാജേഷ് ജയിച്ചു വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓവർഡ്രാഫ്റ്റ് സേവിംഗ് ദ ഇന്ത്യൻ സേവിയർ. ഓവർഡ്രാഫ്റ്റ് സേവിംഗ് ദ ഇന്ത്യൻ സേവർ എന്ന പുസ്തകം എഴുതിയതാരാ? ഓവർഡ്രാഫ്റ്റ് സേവിംഗ് ദ ഇന്ത്യൻ സേവർ. യെസ്, ഉർജിത് പട്ടേലിന്റെ പുസ്തകമാണ് അല്ലെ, ഉർജിത് പട്ടേൽ. കൊറോണ കവിതകൾ ആരെഴുതിയതാ? കൊറോണ കവിതകൾ എഴുതിയത് ആര്? PS ശ്രീധരൻ പിള്ളയാണ് കൊറോണ കവിതകൾ എഴുതിയത്. അതേപോലെ റിപ്പബ്ലിക് ഡേ 2020 എഴുതിയത് ആരാ? അതും PS ശ്രീധരൻ പിള്ളയുടെ ബുക്കാണ്, റിപ്പബ്ലിക് ഡേ 2020. അടുത്തത് ദസ് സ്പീക്സ് ദി ഗവർണർ. അതും PS ശ്രീധരൻ പിള്ളയുടെ ബുക്കുകളാണ്. അപ്പം 3 ഒന്ന് കൊറോണ കവിതകൾ, റിപ്പബ്ലിക് ഡേ 2020, ദസ് സ്പീക്സ് ദി ഗവർണർ. ഈ 3 ബുക്കുകളും PS ശ്രീധരൻ പിള്ള എഴുതിയതാണ് കേട്ടോ. PS ശ്രീധരൻ പിള്ള എഴുതിയ ബുക്കാണ്. അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ജീവിതം ഒരു പെൻഡുലം ആത്മകഥ ആരുടേത്? ജീവിതം ഒരു പെൻഡുലം. യെസ്, ശ്രീകുമാരൻ തമ്പിയുടെ ആത്മകഥയാണ്. ഇപ്രാവശ്യത്തെ ഒരു കറണ്ട് അഫയേഴ്സിൽ ഏറ്റവും ബുദ്ധിമുട്ടാൻ പോകുന്ന ഒരു ഇതാണ് ശ്രീകുമാരൻ തമ്പിക്ക് കിട്ടാത്തതായിട്ടുള്ളൊരു അവാർഡില്ല. അപ്പം അത് പഠിക്കുക, വളരെ ശ്രമകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ജീവിതം ഒരു പെൻഡുലം എഴുതിയതാരാണ്? ശ്രീകുമാരൻ തമ്പി. 2020 എന്താ കിട്ടിയ ശ്രീകുമാരൻ തമ്പിക്ക് ഒരു അവാർഡ്? 2020 ശ്രീകുമാരൻ തമ്പിക്ക് കിട്ടിയ അവാർഡ് പറ. ഏത് അവാർഡാ കിട്ടുന്നത്? യെസ്, ഞാനിവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അല്ലെ, പത്മപ്രഭ പുരസ്കാരം കിട്ടിയത് ആർക്കാണ്? ശ്രീകുമാരൻ തമ്പിക്കാണ്. അതേപോലെ തകഴി കിട്ടിയിട്ടുണ്ട്, ബഷീർ പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. അക്ബർ കക്കട്ടിൽ പുരസ്കാരം ആരൊക്കെ കിട്ടിയെന്ന് അറിയോ? 2020 അക്ബർ കക്കട്ടിൽ പുരസ്കാരം സാറാ ജോസഫിനാണ് കിട്ടിയത്. സാറാ ജോസഫ് ഓൾറെഡി ഞാൻ എടുത്തതാണ്. ഈ കറണ്ട് അഫെയർ പാർട്ട് 1 2 അങ്ങനെ ഉണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അംഗപരിമിതർക്ക് അടിയന്തര ഘട്ടങ്ങളിൽ സഹായം നൽകുന്നതിനായി സാമൂഹ്യനീതി വകുപ്പ് ആരംഭിക്കുന്ന പദ്ധതി ഏത്? അംഗപരിമിതർക്ക് അടിയന്തര ഘട്ടങ്ങളിൽ സഹായം നൽകുന്നതിനായിട്ട് സാമൂഹ്യനീതി വകുപ്പ് ആരംഭിക്കുന്ന പദ്ധതി പരിരക്ഷ. അതായത് പരിരക്ഷയാണ് അംഗപരിമിതരായ ആൾക്കാർക്ക് അടിയന്തര ഘട്ടങ്ങളിൽ സഹായം നൽകുന്നതിന് വേണ്ടിയിട്ട് സാമൂഹ്യനീതി വകുപ്പ് ആരംഭിക്കുന്ന പദ്ധതി. ക്ലിയർ? ഓക്കെ, താങ്ക് യു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും വീഡിയോ കാണുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.